അർജന്റീന സ്വിറ്റ്സർലൻഡ്. കുറേ ആൾക്കാർ എന്താ പറയുക, അർജന്റീനക്ക് ചെറിയ ടീമിനെ തന്നെ കിട്ടുള്ളൂ, ഇവന്മാർക്ക് സുഖമായി എന്നൊക്കെ പറയുന്നുണ്ട്. അവിടെ സ്വിറ്റ്സർലാൻഡൊക്കെ കൊളംബിയനെ പൊട്ടിച്ചിട്ട് വരാം. കൊളംബിയ എന്ന് പറയുമ്പോൾ ആരാ, സാക്ഷാൽ പോർച്ചുഗലിനോട് വരെ സമനില പിടിച്ച ടീമാണ്. ആ കൊളംബിയനെ, പോർച്ചുഗലിനോട് സമനില മാത്രമല്ല നല്ലോണം കളിച്ചതും കൊളംബിയ തന്നെയാണ്. ആ കൊളംബിയനെ സ്വിറ്റ്സർലാൻഡ് പൊട്ടിച്ചെങ്കിൽ സ്വിറ്റ്സർലാൻഡ് എങ്ങനെയാണ് ചെറിയ ടീമാവുക, നല്ല ടീം തന്നെയാണ്. പിന്നെ ആ കളി കണ്ട നമുക്കും അറിയാം, ഗോള് പറഞ്ഞിട്ടില്ലെങ്കിലും മത്സരം മത്സരം, രണ്ട് ടീമും അറ്റാക്ക് ആയിരുന്നു. കൊളംബിയ സ്വിറ്റ്സർലൻഡ് അറ്റാക്ക് വേഴ്സസ് അറ്റാക്ക് മാച്ചായിരുന്നു. എന്നിട്ട് അവസാനം സ്വിറ്റ്സർലൻഡ് ആ ജയം നേടിയെടുത്തു പെനാൽറ്റിയിലൂടെ ആണെങ്കിലും. കോബൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചു. അപ്പോൾ സ്വിറ്റ്സർലാൻഡിൽ കളിയുണ്ട്. പിന്നെ അർജന്റീനയുടെ കഴിഞ്ഞ മത്സരം ഈ വേൾഡ് കപ്പിൽ ഏറ്റവും ബെസ്റ്റ് മത്സരമായിരുന്നു അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം. ഏറ്റവും ബെസ്റ്റ് സെക്കൻഡ് ഹാഫ് അർജന്റീന കളി കാഴ്ചവെച്ചത് ഈജിപ്തിനെതിരായിരുന്നു. പക്ഷേ അതിലൊരു നെഗറ്റീവ് എന്താണെന്ന് വെച്ചാൽ ഈജിപ്തിനും ബെസ്റ്റ് പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റിയിട്ടുണ്ട്. മനസ്സിലായോ? ഈജിപ്ത് നല്ല കളി കാഴ്ചവെച്ചു. അർജന്റീനയുടെ ബെസ്റ്റ് പെർഫോമൻസിൽ തന്നെ ഈജിപ്ത് അവരുടെ ബെസ്റ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചു. അപ്പോൾ അതിനർത്ഥം എന്താണ്, ഇന്നത്തെ മത്സരം സ്വിറ്റ്സർലാൻഡിന് നല്ല രീതിയിൽ കയറി സ്കോർ ചെയ്യാനും മെയിൻ ആവാനൊക്കെ പറ്റും. സ്വിറ്റ്സർലാൻഡിന് നല്ല രീതിയിൽ ഈജിപ്ത് കളിച്ചുകൊണ്ട് നല്ല കളി കാഴ്ചവെക്കാനും പറ്റും. അപ്പോൾ മത്സരം ടൈറ്റ് ആയിരിക്കും. അല്ലാതെ സ്വിറ്റ്സർലാൻഡിനല്ല നിങ്ങൾക്ക് കിട്ടിയത് അങ്ങനത്തെ വർത്താനൊന്നും ആരും പറയണ്ട. അതിന് ഒരു ലോജിക്കും ഇല്ല എന്നതാണ് സത്യം. സ്വിറ്റ്സർലാൻഡ് എന്താ വെറുതെ വന്നതാ, ഒരു കൊളംബിയനെ പൊട്ടിച്ചിട്ടാണ് വന്നത്. അപ്പോൾ സ്വിറ്റ്സർലാൻഡിന് അതിൻ്റേതായ മിടുക്കുണ്ട്. അപ്പോൾ കുറേ ആൾക്കാർ ഈ അർജന്റീനക്ക് ചെറിയ ടീമിനെ തന്നെ കിട്ടണുള്ളൂ അങ്ങനെയൊക്കെ പറയേണ്ടത്, അതിലൊരു ലോജിക്കും ഇല്ല എന്ന് ഇപ്പോഴേ പറയുന്നത്. ആരെ തോൽപ്പിച്ചിട്ടായാലും ഒരു സെമിയാണ് എത്താൻ പോകുന്നത്, അത് വേറെ കാര്യം. ഇന്നത്തെ മത്സരം കട്ടക്ക് കട്ടാണ്. ആഗ്രഹം അർജന്റീന തോക്കണമെന്നാണ്, അത് വേറെ കാര്യം. ജയിച്ചാലും വലിയ സങ്കടമൊന്നുമില്ല. അമ്പന്മാരെ കൂടെ കുറച്ചും കൂടി അമ്പന്മാരെ കൂടെ കളി വരുമല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളുടെ പ്രഡിക്ഷനും കാര്യങ്ങളൊക്കെ പറയും. ഈ കളിയിൽ ഞാൻ പ്രഡിക്ഷൻ ഒന്നും പറയുന്നില്ല, സ്വിറ്റ്സർലാൻഡ് ജയിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഓക്കെ.